വെറുമൊരു വിജയമല്ല, പടയോട്ടമാണ്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 170 റൺസ് എന്ന ഭേദപ്പെട്ട വിജയലക്ഷ്യം വെറും 12.5 ഓവറിൽ ന്യൂസിലാൻഡ് മറികടക്കുമ്പോൾ പിറന്നത് ചരിത്ര റെക്കോർഡുകൾ. ഫിൻ അലൻ എന്ന കൊടുങ്കാറ്റിൽ ദക്ഷിണാഫ്രിക്കൻ ബൗളർമാർ പാറിപ്പോയ രാത്രി. റൺചേസിനിറങ്ങിയ കിവീസിന് മിന്നും തുടക്കമാണ് ടീം സീഫർട്ടും ഫിൻ അലനും ചേർന്ന് നൽകിയത്. പവർ പ്ലേയിൽ 4 പേസർമാരെ മാർക്രം പരീക്ഷിച്ചെങ്കിലും റണ്ണൊഴുക്ക് തടയാനായില്ല. 4.1 ഓവറിൽ ടീം സ്കോർ 50 കടന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 84 റൺസ്. 2020 ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ എന്ന റെക്കോർഡ് ഇനി കിവീസിന് സ്വന്തം. 10ാം ഓവറിൽ 33 പന്തിൽ 52 റൺസ് എടുത്ത സീഫർട്ട് മടങ്ങുമ്പോൾ സ്കോർ 117-ലെത്തിയിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ഫിൻ അലൻ വിശ്വരൂപം പുറത്തെടുത്തു. മാർക്കോ യാൻസൺ എറിഞ്ഞ 13ാം ഓവറിൽ 2 സിക്സും 3 ഫോറും അടക്കം 24 റൺസ് അടിച്ചുകൂട്ടിയാണ് അലൻ തന്റെ സെഞ്ചുറിയും ന്യൂസിലാൻഡിന്റെ ഫൈനൽ ടിക്കറ്റും ഉറപ്പിച്ചത്. ഈ ഇന്നിംഗ്സിലൂടെ ഫിൻ അലൻ തിരുത്തിക്കുറിച്ചത് നിരവധി റെക്കോർഡുകളാണ്. 2020 ലോകകപ്പിലെ വേഗമേറിയ സെഞ്ചുറിയും താരത്തിന്റെ പേരിലായി. വെറും 33 പന്തിലാണ് അലൻ സെഞ്ചുറി തികച്ചത്. 2016-ൽ ക്രിസ് ഗെയിൽ കുറിച്ച 47 പന്തിലെ റെക്കോർഡ് ഇതോടെ പഴങ്കഥയായി. 2020 ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമായും ഫിൻ അലൻ മാറി. 2009-ലെ സെമിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ശ്രീലങ്കൻ താരം തിലകരത്ന ദിൽഷൻ നേടിയ 96 റൺസായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. രണ്ടാമതുണ്ടായിരുന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് 3ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. 2016-ലെ സെമിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ വിരാട് കോഹ്ലി നേടിയത് 89 റൺസായിരുന്നു. ഇന്റർനാഷണൽ 2020-ലെ വേഗമേറിയ 3ാമത്തെ സെഞ്ചുറിയാണ് അലൻ നേടിയത്. 27 പന്തിൽ സെഞ്ചുറി നേടിയ എസ്റ്റോണിയ താരം സഹിൽ ചൗഹാൻ, 29 പന്തിൽ സെഞ്ചുറി നേടിയ തുർക്കി താരം മുഹമ്മദ് ഫഹദ് എന്നിവരാണ് മുന്നിലുള്ളത്. എന്നാൽ ICC സ്ഥിരാംഗത്തിനെതിരെ ഒരു താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി ഇതുതന്നെയാണ്. 303 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അലന്റെ ബാറ്റിംഗ്. നേരിട്ട അവസാന 8 പന്തിൽ മാത്രം അടിച്ചെടുത്തത് 35 റൺസ്. 10 ഫോറും 8 സിക്സും ഉൾപ്പെടുന്നതായിരുന്നു ഈ ഇന്നിംഗ്സ്. ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ എന്ന റെക്കോർഡിൽ ബ്രണ്ടൻ മെക്കല്ലത്തിനൊപ്പം എത്താനും താരത്തിനായി. നേരത്തെ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് ഓർഡർ പ്രതീക്ഷിച്ച തുടക്കമല്ല നടത്തിയത്. ഓപ്പണറായ കിൻഡൻ ഡീകോക്കാണ് ആദ്യം മടങ്ങിയത്. 8 പന്തിൽ ഓരോ സിക്സും ഫോറും അടക്കം 10 റൺസാണ് ഡീകോക്കിന് നേടാനായത്. മൂന്നാമൻ റിയാൻ റിക്കിൾട്ടൺ ഗോൾഡൻ ഡക്കായത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. വെടിക്കെട്ട് നടത്താൻ കഴിവുള്ള റിക്കിൾട്ടൺ സ്പിൻ ഗണിയിൽ വീഴുകയായിരുന്നു. ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം പിടിച്ചു നിന്ന് കളിക്കാനാണ് ശ്രമിച്ചത്. 20 പന്തിൽ ഓരോ സിക്സും ഫോറും ഉൾപ്പെടെ 18 റൺസാണ് മാർക്രം നേടിയത്. രച്ചിൻ രവീന്ദ്രക്കാണ് വിക്കറ്റ്. വമ്പനടിക്കാരനായ ഡെവാൾ ബ്രൂവിസിനും അതിവേഗം റൺസ് ഉയർത്താനായില്ല. നിലയുറപ്പിച്ച ശേഷം ആക്രമിക്കാനായിരുന്നു ബ്രൂവിസിന്റെ പദ്ധതി. എന്നാൽ ഇത് പാളുന്നതാണ് കാണാനായത്. 27 പന്തിൽ 3 ഫോറും 2 സിക്സും ഉൾപ്പെടെ 34 റൺസാണ് ബ്രൂവിസിന് നേടാനായത്. സീനിയർ താരവും വെടിക്കെട്ട് ബാറ്റ്സ്മാനുമായ ഡേവിഡ് മില്ലർക്കും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല. 6 പന്തിൽ 6 റൺസ് എടുത്ത മില്ലറെ രച്ചിൻ മടക്കി. ഒരു ഘട്ടത്തിൽ 5-77 എന്ന നിലയിലേക്ക് സൗത്ത് ആഫ്രിക്ക തകർന്നു. എന്നാൽ ട്രിസ്റ്റൻ സ്റ്റെപ്സും മാർക്കോ യാൻസനും ചേർന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അവസാന ഓവറിൽ ആഞ്ഞടിക്കാൻ പദ്ധതിയിട്ട സ്റ്റെപ്സിന് പിഴച്ചു. 24 പന്തിൽ 2 ഫോറും 1 സിക്സും ഉൾപ്പെടെ 29 റൺസ് എടുത്ത സ്റ്റെപ്സിനെ ലോക്കി ഫെർഗൂസൺ ക്ലീൻ ബൗൾഡ് ചെയ്തു. മാർക്കോ യാൻസൺ നിർണായക അർദ്ധ സെഞ്ചുറിയോടെ പുറത്താവാതെ നിന്നു. 30 പന്തിൽ 2 ഫോറും 5 സിക്സും ഉൾപ്പെടെ 55 റൺസോടെ യാൻസൺ മിന്നിച്ചു. 153.33 പ്രകടനശേഷിയിലായിരുന്നു യാൻസന്റെ പ്രകടനം. കോർബിൻ ബോഷ് 3 പന്തിൽ 2 റൺസ് എടുത്തപ്പോൾ കഗീസോ റബാഡെ ഗോൾഡൻ ഡക്കായി. കേശവ് മഹാരാജ് 1 പന്തിൽ 1 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു. ഇതോടെ 8 വിക്കറ്റിന് 169 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ സൗത്ത് ആഫ്രിക്കയ്ക്കായി. ന്യൂസിലാൻഡിനായി മാറ്റ് ഹെൻറി, കോളിൻ മക്കോഞ്ചി, രച്ചിൻ രവീന്ദ്ര എന്നിവർ 2 വിക്കറ്റുകൾ പങ്കിട്ടപ്പോൾ ലോക്കി ഫെർഗൂസനും നിഷാമും ഓരോ വിക്കറ്റ് വീഴ്ത്തി. മറുപടിക്കിറങ്ങിയ ന്യൂസിലാൻഡ് ആദ്യ ഓവർ മുതൽ ബാറ്റിംഗ് വെടിക്കെട്ടാണ് പുറത്തെടുത്തത്. ടീം സീഫർട്ടും ഫിൻ അലനും ചേർന്ന് തല്ലി തകർത്തു. 9.1 ഓവറിൽ 117 റൺ സ്കോർ ബോളിൽ നിൽക്കവെയാണ് ന്യൂസിലാൻഡിന് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. 33 പന്തിൽ 7 ഫോറും 2 സിക്സും ഉൾപ്പെടെ 58 റൺസ് എടുത്ത സീഫർട്ടിനെ പുറത്താക്കി കഗീസോ റബാഡയാണ് കൂട്ടുകെട്ട് പൊളിച്ചത്. എന്നാൽ ഒരു വശത്ത് ഫിൻ അലൻ തല്ലി തകർത്തു. 9 വിക്കറ്റിന്റെ ഈ പടുകൂറ്റൻ ജയത്തോടെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് ന്യൂസിലാൻഡ്. ഒരറ്റത്ത് ഫിൻ അലൻ എന്ന വെടിക്കെട്ട് വീരനും മറുഭാഗത്ത് കരുത്തുറ്റ ബോളിംഗ് നിരയുള്ളപ്പോൾ കന്നി കിരീടത്തിൽ കുറഞ്ഞതൊന്നും കിവികൾ സ്വപ്നം കാണുന്നില്ല. ഇത് 2ാം തവണയാണ് ന്യൂസിലാൻഡ് 2020 ലോകകപ്പ് ഫൈനൽ കടക്കുന്നത്. 2021-ൽ ഓസ്ട്രേലിയയോട് നഷ്ടപ്പെട്ട കിരീടം ഇത്തവണ ഫിൻ അലനിലൂടെയും കൂട്ടുകാരുടെയും കിവീസ് തിരിച്ചു പിടിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.